കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും തന്നെ കേട്ട ഒരു വാർത്ത വളരെ ദാരുണമാണ്. നിങ്ങളും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന 2 കുട്ടികളെ പാമ്പ് കടിച്ചു. ഒരു കുട്ടി മരണപ്പെട്ടു, ഒരു കുട്ടി ചികിത്സയിലാണ്. ഇപ്പോൾ ഒരാഴ്ചക്കിടെ നമ്മൾ കേട്ടത് 3 പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളാണ്. കേരളത്തിൽ വേനലും ചൂടും കടുക്കുമ്പോൾ ഇപ്പോൾ പാമ്പ് കടിച്ചുള്ള മരണങ്ങളും കൂടുതലാണല്ലോ. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് പാമ്പുകൾ വീടിനുള്ളിൽ പ്രവേശിക്കുക, പാമ്പുകടി ഏൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പാമ്പുകൾ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ചൂടുകാലത്ത് പാമ്പുകടികൾ ഏൽക്കുന്നത് കൂടുതലാണ്. പ്രത്യേകിച്ച് വീടിനുള്ളിൽ പാമ്പുകൾ കൂടുതലായി പ്രവേശിക്കുന്ന ഒരു സമയം ഈ ചൂടുകാലത്ത് തന്നെയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പാമ്പുകൾ സാധാരണമായി ജീവിക്കുന്നത് മാളങ്ങളിലും പൊത്തുകളിലും ഒക്കെയാണ്. അപ്പോൾ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് ഈ പൊത്തുകളിലും മറ്റും ഇരിക്കുന്ന പാമ്പുകൾ ചൂട് സഹിക്കാൻ പറ്റാതെ പുറത്തിറങ്ങി തണുപ്പ് കിട്ടുന്ന ഇടങ്ങളിലേക്ക് വരും. നമുക്ക് തന്നെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണല്ലേ. അതേപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് പുറത്ത് പാമ്പുകളെ കൂടുതലായി കാണപ്പെടുന്നത്. ബേസിക്കലി പാമ്പുകളുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ മാളങ്ങളിൽ തന്നെ കാണപ്പെടും. ഇര പിടിക്കാനായി മാത്രം, അതായത് അവയുടെ ആഹാര ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക എന്നതാണ്. എന്നാൽ ഈ സമയത്ത് ചൂട് കാരണം കൊണ്ട് അത് പുറത്തിറങ്ങും. മാത്രമല്ല, തണുപ്പ് കിട്ടേണ്ടതിനായിട്ട് എവിടെയാണോ തണുപ്പ് അത് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് വീടിനുള്ളിൽ പാമ്പുകൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കാറ്റ് കയറാനായിട്ട് നമ്മൾ ജനലുകളും വാതിലുകളും എല്ലാം തുറന്നിട്ടാവും രാത്രിയായാലും പകലായാലും ഇരിക്കുക. പ്രത്യേകിച്ച് രാത്രിയിൽ വാതിൽ അടച്ചിട്ടാലും ജനലുകൾ തുറന്നിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അങ്ങനെ ജനലുകൾ തുറന്ന് ഇടരുത്. ജനലുകളിലൂടെയാണ് കൂടുതലായിട്ടും പാമ്പുകൾ വീടിനുള്ളിൽ പ്രവേശിക്കാറ്. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു വലിയ അപകടം കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. മരത്തിന്റെയും ചെടികളുടെയും ഭാഗങ്ങൾ ജനലിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു കളയണം. കാരണം അതുവഴിയും എളുപ്പത്തിൽ പാമ്പുകൾക്ക് കയറാൻ സാധിക്കും. രണ്ടാമതായിട്ട്, പാമ്പുകളെ അട്രാക്ട് ചെയ്യുന്ന ജീവികളുടെ സാന്നിധ്യം നമ്മൾ ഒഴിവാക്കണം. അതായത് പാമ്പുകൾ ആഹാരമാക്കുന്ന ജീവിയാണ് എലി. വീടിന് ചുറ്റും ആഹാരത്തിന്റെയൊക്കെ അവശിഷ്ടമുണ്ടെങ്കിൽ എലികൾ വരാം. അപ്പോൾ എലികളെ അട്രാക്ട് ചെയ്യുന്ന തരത്തില് ഫുഡിന്റെ വേസ്റ്റ് വീടിന് ചുറ്റും വലിച്ചെറിയാതെ ഇരിക്കുക. മൂന്നാമതായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്. വീട്ടിൽ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ദിവസവും നമ്മൾ നനയ്ക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല പച്ചപ്പും തണുപ്പും തണലും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ചെടികൾക്കിടയിലൊക്കെ പാമ്പുകൾ വന്നിരിക്കാൻ ചാൻസ് കൂടുതലാണ്. നാലാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുൻപ് ബെഡ് നന്നായി തട്ടിക്കുടഞ്ഞു വിരിക്കുക. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും തലയിണയുടെ അടിയിലായിട്ടാണ് പാമ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തലയിണ, ബെഡ്ഷീറ്റ് ഇതെല്ലാം ഒന്ന് എടുത്ത് കുടഞ്ഞ് അതിനിടയിൽ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ്, ഷൂസിനുള്ളിൽ നിന്ന് പാമ്പിനെ കിട്ടിയിട്ടുള്ളത്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും ചെരുപ്പും ഷൂസും ഇടുന്നതിന് മുമ്പ് ഒന്ന് തട്ടിയൊക്കെ നോക്കിയിട്ട് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, പാമ്പിന് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ പറ്റിയ ഒളിയിടങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ്. വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, അതേപോലെ തടിയൊക്കെ കൂട്ടിയിട്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടിന് ചുറ്റുമുണ്ടെങ്കിൽ പാമ്പ് വന്ന് അതിനകത്തൊക്കെ കയറിയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ വീടിന് ചുറ്റും പൊത്തുകളോ മാളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പാമ്പ് അതിലേക്ക് കയറിയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊത്തുകളും പിന്നെ വിള്ളലുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടയ്ക്കുക. അടുത്തതായി, പൈപ്പുകൾ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് വാഷിംഗ് മെഷീന്റെ വെള്ളം പോകുന്ന പൈപ്പ്, അല്ലെങ്കിൽ ബാത്റൂമിലെ വെള്ളം പോകുന്നത്, അതുമല്ലെങ്കിൽ കിച്ചണിലെ, ഇങ്ങനെയുള്ള പൈപ്പുകൾ കുറെ പുറത്തായിരിക്കും അതിന്റെ ഓപ്പണിംഗ് വരുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പുകളുടെ പുറം ഭാഗം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു നെറ്റ് അടിക്കുക. അതായത് പാമ്പിന് കയറാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ വെള്ളം പുറത്തേക്ക് പോവുകയും വേണം ആ രീതിയിൽ. അതുകൂടാതെ വാഹനങ്ങളിൽ കയറും മുമ്പ് പരിശോധിക്കുക. അതേപോലെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ടയറുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹെൽമറ്റ്, ജാക്കറ്റ് എന്നിവ പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത്, ഈ ചൂട് സമയത്ത് പാമ്പുകൾ വീടിനുള്ളിൽ കയറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.